നമസ്കാരം. എസ്റ്റേറ്റ് ഇൻസൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു വിഷയം ക്വാർട്ടർലി ഫയലിംഗ് അണ്ടർ റെറ. എന്താണ് ഈ ക്വാർട്ടർലി ഫയലിംഗ്? ഈ ക്വാർട്ടർലി ഫയലിംഗ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്വാർട്ടർലി അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊമോട്ടേഴ്സിൻ്റെ ഒരു പ്രോഗ്രസ് കാർഡ് പോലാണ്. അതായത് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് റെഗുലറായിട്ട് നിങ്ങൾ എല്ലാ ക്വാർട്ടറിലെയും എല്ലാ ഡീറ്റെയിൽസും, അതായത് കൺസ്ട്രക്ഷൻ്റെ സ്റ്റാറ്റസ് ഉണ്ടാവും, നിങ്ങൾ സെയിൽ ചെയ്ത ഇൻഫർമേഷൻസ് ഉണ്ടാവും, നിങ്ങളുടെ ഫണ്ട് യൂട്ടിലൈസേഷൻസ് ഉണ്ടാവും, അതുപോലെ എന്തെങ്കിലും അപ്രൂവൽസ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഉണ്ടാവാം. മുതലായ കാര്യങ്ങൾ റെഗുലറായിട്ട് റിറ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വാർട്ടർലി അപ്ഡേറ്റ്സിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം. ഇതിന് മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്പെറൻസി. അതായത് നിങ്ങളുടെ ബയേഴ്സിന് കറക്റ്റായിട്ട് ഇൻഫർമേഷൻസ് നടക്കുന്നുണ്ട്, അവരുടെ പ്രൊജക്റ്റ്, അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഫണ്ടിന് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളൊരു അപ്ഡേറ്റ് അവർക്ക് കിട്ടുകയാണ് ഈ ഒരു ക്വാർട്ടർലി അപ്ഡേറ്റ് കൊണ്ടുള്ള മെയിൻ യൂസ്. ഓർക്കുക, ക്വാർട്ടർലി ഫയലിംഗ് ഒരു ഫോർമാലിറ്റി അല്ല. പ്രൊമോട്ടേഴ്സിന് എല്ലാ ആക്ടിവിറ്റീസും കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ബയർക്ക് അയാൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയതനുസരിച്ച് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതോറിറ്റിക്ക് അതുപോലെ തന്നെ എല്ലാ കംപ്ലയൻസും കറക്റ്റ് ആണെന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഫയൽ ചെയ്തില്ലെങ്കിൽ എന്താണ് കോൺസിക്വൻസസ്? ഒബ്വിയസ്ലി പെനാൽറ്റി ഉണ്ടാവും. ഫിനാൻഷ്യൽ പെനാൽറ്റി അപ് ടു 10,000 to 50,000 വരെ പെനാൽറ്റീസ് ഉണ്ടാവാം. ഇപ്പോഴുള്ള കുറച്ച് പെനാൽറ്റീസ് നമ്മുടെ സൈറ്റിൽ തന്നെ കാണാൻ കുറേ ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോജക്ട്സ് അത് വെരി ചെയ്യും. പക്ഷെ പെനാൽറ്റി അല്ല അതിന് മെയിൻ വിഷയം. പെനാൽറ്റിയെക്കാട്ടി കൂടുതൽ നിങ്ങളുടെ ഒരു റെപ്യൂട്ടേഷൻ ലോസ് ആവും അവിടെ. സോ ആ ഒരു ബയറുമായിട്ടുള്ള ഒരു ബന്ധം അവിടെ നിൽക്കുക. അത് നിങ്ങളുടെ ഫ്യൂച്ചർ പ്രൊജക്ട്സിനെ ബാധിക്കും. പിന്നീടുള്ളത് ലീഗൽ കോൺസിക്വൻസസ് ആണ്. ബയർ ഡെഫിനറ്റ്ലി നിങ്ങൾക്കെതിരെ ലീഗൽ ആക്ഷന് വേണ്ടി മുതിരാം. അത് കാരണം പിന്നീടുണ്ടാവുക ഓപ്പറേഷണൽ ഡിലേസ് ആണ്. എല്ലാ കാര്യങ്ങളും പിന്നെ ഡിലേ ആവും. ഇത് കഴിഞ്ഞ് ഇതിന് ശേഷം ഉണ്ടാകുന്ന ഏതെങ്കിലും രീതിയിലുള്ള അപ്രൂവൽസ് എടുക്കാനോ അല്ലെങ്കിൽ ലൈസൻസിങ്ങിൻ്റെ കാര്യത്തിനോ എല്ലാ കാര്യത്തിനും പിന്നീട് ഡിലേ വരും. സോ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് കൃത്യമായ രീതിയിൽ സമയബന്ധിതമായിട്ട് ഫയലിംഗ് നടത്തുക. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ക്വാർട്ടർലി ഫയലിംഗ് ഒരു ഫോർമാലിറ്റി അല്ല, അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ എല്ലാവരും ക്വാർട്ടർലി ഫയലിംഗ് കറക്റ്റായിട്ട് തന്നെ ഫയൽ ചെയ്ത് കംപ്ലൈ ചെയ്ത് മുന്നോട്ട് പോവുക. സ്വന്തമായിട്ട് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഏതെങ്കിലും കൺസൾട്ടൻസിനെ കോൺടാക്ട് ചെയ്ത് അവരുടെ സഹായം തേടിക്കൊണ്ട് ചെയ്യുക. എന്തായാലും ഒരു കാരണവശാൽ പോലും ഒരു ഫയലിംഗ് പോലും കറക്റ്റ് ആവാതെ പോകരുത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻഫോർമേറ്റീവ് ആയെന്ന് കരുതുന്നു. ഇനി മറ്റൊരു റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. ഞാൻ കൃഷ്ണപ്രസാദ്, പ്രിൻസിപ്പൽ കൺസൾട്ടൻറ്റ്, റെറ കൺസൾട്ടൻറ്റ്സ് LLP. താങ്ക് യു.